കഴിയാനിങ്ങനെ നടക്കുക വല്ലവരുടെയൊക്കെ സ്വത്തും മുതലൊക്കെ പിടിച്ചു പറിക്കാൻ ഇങ്ങനെ BJP ആയിട്ട് കൂടി BJPയുടെ കൂടി ഇങ്ങനെ നടക്കുക വല്ലവരുടെയൊക്കെ സ്വത്ത് കുറെ ആൾക്കാർ പ്രധാനമന്ത്രിയുടെ കുറെ ആൾക്കാർ എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുക അല്ലോ പെണ്ണുങ്ങളെയൊക്കെ സ്വത്തും മുതൽ അടിച്ചു മാറ്റാനായിട്ട് നടക്കുക രാവിലെ മുതൽ ഫോണും വിളിച്ചിങ്ങനെ ഇരിപ്പാ ഫോണും കൊണ്ട് പോയിട്ടുണ്ടോ ഇപ്പം പോയിട്ടുണ്ട് ഇന്നലെ ഒരു 10 വയസ്സുള്ള ഒരു പെണ്ണിനെ 6 മുതൽ 14 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷനും കമ്പൽസറി ഒരു പെണ്ണിനെ പിടിച്ച് വെച്ചോണ്ടിരിക്കുക അറിയിക്കേണ്ടത് എന്തൊക്കെയാണ് ഞാൻ നടക്കുന്നത് എനിക്കൊന്നും അറിയണം 6 വയസ്സ് വരെ 14 വയസ്സ് വരെ ഇന്ത്യയിൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇവനെന്ത് ഈ പെണ്ണിനെ പിടിച്ച് വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്തോട്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ വെച്ചോണ്ട് എന്തോട്ടാണ് ഉണ്ടാക്കുവാ നീ നിന്റെ വീട്ടിലിരുന്നോണ്ട് വീട്ടിൽ കയറി ഇരുന്നോണ്ട് അവിടെ പെണ്ണുമ്പിള്ള സർപ്പവല്ലിയും സുബ്രഹ്മണ്യനും ഒരു പെണ്ണിനെ വെച്ചോണ്ട് അച്ഛൻ അമ്മ കൊച്ചു ഡ്രാമ നടത്തും അച്ഛനും അമ്മയും കൊച്ചും ഡ്രാമ ആൾമാറാട്ടം നടത്തി ഇരിക്കുകയാണ് ഇങ്ങനെ ആൾമാറാട്ടക്കാരൻ ഇങ്ങനെ ഇരിക്കുക കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ആൾമാറാട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുക കുറെ ആൾമാരും അമ്മമാരും ഉണ്ട് ഇങ്ങനെ കുറെ ആൾമാറാട്ടം നടത്തുന്നത് കുറെ ആൾമാറാട്ടം നടത്തി ഇങ്ങനെ നടത്തുക ആൾമാറാട്ടം ഞാൻ നടത്തിക്കുക ആൾമാറാട്ടം കുറെ ആൾമാറാട്ടമൊക്കെ നടത്തി കണ്ടത് ആൾമാറാട്ടക്കഥകൾ ഇതൊക്കെ ആരാണ് അറിയാൻ തന്നെ ആൾമാറാട്ടം നടത്താൻ ഈ വയസ്സിലേക്കാണ് പറഞ്ഞ ആൾമാറാട്ടം നടത്തുന്നത് ദീപായപ്പണിക്കറാണെന്ന് പറഞ്ഞ ആൾമാറാട്ടം നടത്തി ഇരിക്കുകയായിരുന്നു അപ്പൊ പണ്ട് കുറെ ആൾമാറാട്ടം നടത്തി ഇതുപോലെ അവന്റെ മോൻ പാതിരാത്രിക്ക് ഉറക്കമില്ലാതെ ഇതുവരെ ഇങ്ങനെ നടപ്പായിരുന്നു അവര് എന്റെ വീടിന്റെ മുന്നിൽ കൂടെ ഉള്ള ഈ ഇവിടെ കൂടെ ഉള്ള വഴിയെ ഇങ്ങനെ നടപ്പായിരുന്നു ജോലി കഥയുണ്ടാക്കാൻ പാതിരാത്രിക്കൊന്നും ഉറക്കമില്ലായിരുന്നു അവന്റെ മോനിങ്ങനെ ഉറക്കാതെ നടപ്പായിരുന്നു സ്ഥലം കഥയുണ്ടാക്കാൻ എന്റെ 5 CCTV ക്യാമറ ഇരിക്കുക ഒരു പെണ്ണിനെ കൊണ്ട് 10 വയസ്സുള്ള ഒരു പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവന് എന്റെ പെണ്ണുമ്പിള്ള സർപ്പകവല്ലിയും ഇവനും കുട്ടച്ചാരും സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഇവനുമായിട്ട് ഇങ്ങനെ ഇരിക്കുക കുറെ ദിവസമായി ഇങ്ങനെ ആൾമാറാട്ട കഥകൾ നടത്തുന്നത് ആൾമാറാട്ടങ്ങൾ നടക്കുക കള്ളക്കഥകൾ ഉണ്ടാക്കി ഇരിക്കുക എന്റെ ജോലി വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ നടക്കുക ആൾമാറാട്ടം ആരാണിയോട്ട് ഇനി വൈകി ഇങ്ങനെ നടന്നു പോകും ആരാണിങ്ങനെ ഇങ്ങോട്ട് വരുന്നെന്ന് കഥയുണ്ടാക്കാൻ എന്റെ ജോലി ഞങ്ങളവിടെല്ലാം അടച്ചു കെട്ടിയിരിക്കുക പക്ഷെ കഥ ആരാണിയോട്ട് വരുന്നെന്ന് എന്റെ മറ്റേ കഥ ഞാൻ എന്തുവാ അവന്റെ തെരുവിലിൽ അവളോട് അടിച്ചപ്പോ അവന്റെ അത് മാറി അവനിപ്പം ഇറങ്ങിയിട്ടുണ്ട് കഥയ്ക്ക് ഉണ്ടാക്കാന് കള്ളുമെല്ലാം കുടിച്ച് നീ പോകും അവൻ
കള്ളുമൊക്കെ മൂക്കൂട്ടെ കുടിച്ചേച്ച് ഞാൻ പോകുന്നത്. കള്ളുമെല്ലാം കുടിച്ച് ഈ മൂക്കുമുട്ടെ കുടിച്ചേച്ച് ഇങ്ങനെ പോവാണ് ഇനി. പല പല കഥകളായിരിക്കും ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നടക്കുക വേറെ ജോലിയൊന്നും ഇല്ലാതെ. ഫോണും പിടിച്ച് ഇപ്പം അതിന്റെ ജോലി. അവൾ നമ്മുടെ വീട്ടിലിരിക്കുന്നത് ഒരു കഥയുണ്ടാക്കലാ. നമ്മള് വേറെ ഇതെല്ലാം കഥകൾ കേൾക്കണം. അതിന്റെ കഥകളാ. അങ്ങനെ കഥകള് കുളിമുറിയിലോട്ട് കയറി അവന്റെ വീട്ടിൽ പോവാണെന്ന കഥ. നമ്മുടെ കുളിമുറി കയറിയാല് എന്തെല്ലാം കഥകളായിരുന്നു. ഡൽഹിയിലെ തുടങ്ങിയ കഥകളാ. ഡൽഹി മുതല് കുളിമുറി കയറി അടുത്തടുത്തോട്ട് പോയെന്ന്. കുളിമുറി ഇവിടെ കുളിമുറി കൂടെ കുത്തിക്കൂടെ ഒന്നും പാത്ത് പോകാനുള്ള വഴികളൊന്നും ഇല്ല. രാവിലെ 7-8 പ്രാവശ്യമല്ല ഒരു അരമണിക്കൂറിനുള്ളിൽ കറണ്ട് പോയത്. അരമണിക്കൂർ ഡ്രാമ ഉണ്ടാക്കുക. ഡ്രാമ സുബ്രഹ്മണ്യന്റെ എന്റെയും വീടുമായിട്ടുള്ള ഡ്രാമകൾ. എന്താ ഡ്രാമയാണ് കണ്ട പെണ്ണുങ്ങളെയൊക്കെ മുതലും സ്വത്തൊക്കെ പിടിച്ചു പറിക്കാനായിട്ട് അവൻ ഡ്രാമ ഉണ്ടാക്കുന്നത്. 142 സെന്റ് 146 സെന്റ് സ്ഥലം പിടിച്ചു പറിക്കാനായിട്ട് അവനിങ്ങനെ ഇരിക്കുക. അവന് അവന്റെ പെണ്ണുമ്പിള്ള കർപ്പകവലിയും പിന്നെ കുറെ സദാനന്ദ മന്ദിരത്തിലെ കുറെ ആൾക്കാരും കുറെ എണ്ണം എല്ലാം ഇങ്ങനെ ഇരിക്കുക. ഒരു ബിജുപി അവനും അവന്റെ കോടതിക്കകത്ത് ഇതുപോലായിരുന്നു. കുറെ ഒരു രതീഷ് എന്ന് പറയുന്ന ഒരു അവനുണ്ട്. അവനിങ്ങനെ റേപ്പ് കേസൊക്കെ ഇതുപോലെ കള്ളത്തരമൊക്കെ ഉണ്ടാക്കി എന്തുവാ റേപ്പ് ചെയ്ത് ഉടനെ അവള് കയറി എന്തുവാ ഏതോ ഒരു വക്കീൽ ഓഫീസിൽ കയറി മണ്ണെണ്ണ എടുത്തു ദേഹത്തൊഴിച്ച് അപ്പോഴത്തേന് ആരാണ്ട് ക്ലർക്കുമാര് കണ്ട് അപ്പോഴത്തേനെ ഓടി രക്ഷിച്ച് എന്തെല്ലാം കഥകളാ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കോടതി ഇവളുപോലെ കഥയ്ക്കിരിക്കുക. കോടതിയെ കൊള്ളാഞ്ഞിട്ടോ അന്നേരം ഇവന്മാരെ പക്ഷെ ജയിലോട്ട് വിടാങ്കിലോട്ടല്ലോ ഇവന്മാരെ സുഹൃത്തുക്കളൊക്കെ നിൽക്കും. കള്ളക്കഥകൾ ഇങ്ങനെ കുറെ കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ കുറെ പൈസ അടിക്കുന്നവന്മാരുടെ കഥകളൊക്കെ നിൽക്കാൻ കോടതി വിചാരിച്ചാൽ മതി. നല്ല കോടതി. നിനക്ക് റേപ്പ് കേസും കൊണ്ട് വരുന്നുണ്ടെ പിന്നെ ഇതിനെയൊക്കെ പിടിച്ച് നേരെ ജയിലിലോട്ടൊക്കെ ഇടണം. പിന്നെ ഇതിനൊന്നും ഇറക്കരുത്. അന്നേരം തോക്കേട്ട് നിൽക്കും ഇവന്മാരുടെ. ഒരു സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഒരു മലപ്പുറംകാരനൊരു തെണ്ടി ഉണ്ട്. ഒരു 5 അടിയുള്ള ഒരു തെണ്ടി. ഒരു മുഴുതെണ്ടി എങ്ങാണ്ട് ഒരു ചെരുപ്പൂത്തി തെണ്ടി. അവനൊന്ന് നടക്കുക. അവന് കണ്ട പെണ്ണുങ്ങളെയൊക്കെ സ്വത്ത് വേണം. 146 സെന്റ് സ്ഥലത്തിൽ നിന്ന് എന്റെ അച്ഛന് 69 സെന്റിന്ന് അവന് ഹൈവേ വെക്കണോ. അവന് ഹൈവേ എന്റെ 66 പവൻ ബിജുപി എന്ന് പറയുന്നത് തരാനുണ്ട്. അവന് എന്റെ സ്വത്ത് വേണം. 66 പവൻ കൊണ്ട് അവന്റെ കൈവച്ചുകൊണ്ടിരിക്കുക. അവനെന്റെ സ്വത്തിന് നടക്കില്ല. സ്വത്ത് അതിനോട് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. കോടതി അറിയണം. സപ്പോർട്ട് കുറെ കൊച്ചവിടെ നിൽക്കുന്നോണ്ടായിരിക്കും. നേരത്തെ പറയുന്നതാ. അതിന് നിയമം അറിയത്തില്ലായിരിക്കും അവൻ പറഞ്ഞാന്. നിയമം ശരിക്കും വായിച്ചിട്ട് പറഞ്ഞാൽ മതി ഇതൊക്കെ കേട്ടോടാ. ഞാൻ കൊച്ചിനെ കൊണ്ടല്ല അങ്ങോട്ട് പോയത്. ഇവിടോട്ട് കൊച്ചിനെ കൊണ്ടുവരാൻ. കൊച്ചിന്റെ തന്തയുടെ ഞാനും എന്റെ അച്ഛന്റെ വീട്ടിലാണ് വളർന്നത്. തന്തയുടെ വീട്ടിൽ നിന്നാ മതി. സ്വത്തും മുതലൊന്നും ഇല്ലാത്തവനല്ലവന്. കോടികൾ അവന് ഇങ്ങനെ നടക്കുക. അവനിങ്ങനെ ഏതോ പെണ്ണുങ്ങൾക്കെല്ലാം വിറ്റുപെറുക്കി ഇങ്ങനെ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഇവനിങ്ങനെ പല പല രീതിയിലുള്ള ഇൻഷുറൻസ് മോട്ടിച്ച് നടക്കുന്നതാണ് ഇവൻ. നമ്പർ 1 കള്ളനാ. ബിജുപി എന്ന് പറയുന്ന വക്കീലെന്ന് പോയി നടക്കുക. നമ്പർ 1 ഭൂലോക തെമ്മാടിക്കള്ളൻ നടക്കുക അവൻ. എന്തുവാ ഭൂലോക തെമ്മാടി ഒരു ബിജുപി